ഹായ് ഗൈസ്, കുട്ടിപ്പറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാലക്കാടിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെയേറെ പഴക്കം ചെന്ന പ്രാവ് പ്രേമികളുള്ള സ്ഥലമാണ് ചക്കാന്തറയും മൂത്താന്തറയും. അവിടുത്തെ പറവ സൺഡേ ടൂർണമെൻറ്റിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. നമ്മുടെ ആഴ്ചപ്പന്തയം പിരിച്ചുവിടുന്ന ദിവസമാണ്. അപ്പോൾ കുറേ കൂടി നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പായി. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എല്ലാ VIPsകളും വന്നിട്ടുണ്ട്. അത്രയും വലിയ പരിപാടിയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും പന്തയം നടന്നു, എല്ലാം അതിൻ്റെ കാര്യത്തിലേക്ക് നടന്നു. അപ്പോൾ അടുത്തടുത്ത വർഷങ്ങൾ വരുമ്പോഴും ഇനിയും നിങ്ങളെല്ലാവരും എല്ലാം ഒന്നിച്ച് നടത്താനായിട്ട് കൂടെ നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും അടുത്ത വലിയ ടൂർണമെൻറ്റ്സ് വരുമ്പോഴും നമ്മുടെ പ്രാവുകൾ പറക്കുള്ളൂ. നമ്മൾ ആഴ്ചപ്പന്തയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കണക്കിൽ ആഴ്ചപ്പന്തയം ഉദ്ദേശിക്കുന്നത് വലിയ ടൂർണമെൻറ്റ് വരുമ്പോൾ നമ്മുടെ പ്രാവ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ക്ലിയറായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തായാലും നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് ഒരു പന്തയം നടത്തി. അതിൻ്റെ ഒരു പിരിച്ചുവിടുന്ന ചടങ്ങുകളാണ്. എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്ത് കുറേ കാര്യങ്ങൾ നടന്നു. കുറേ പന്തയത്തിൽ കുറേ നമ്മൾ തമ്മിലുള്ള സുഹൃതം കൂടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു. എനിവേ, നമ്മൾ സംസാരിക്കാനായിട്ട് മണിയെ സ്റ്റാർട്ട് ചെയ്യും. മൂത്താന്തറയിലത്തെ ആഴ്ച മത്സരമാണ് പിരിച്ചുവിടുന്നത്. ഈ വർഷം എല്ലാവരും സഹകരിച്ചതിൽ 14 പേരംഗ മത്സരത്തിലുള്ളൂ എന്നാണ് കമ്മിറ്റി പറയുന്നത്. പക്ഷേ വർഷങ്ങളായിട്ട് നടന്നു വരുന്നത് ഒരു 14 കൂടല്ല, ഒരു 20 വർഷമായിട്ട് മൂത്താന്തറയിൽ മത്സരമുണ്ട്. അത് മൂത്താന്തറ, കറുവോടി, വടക്കന്തറ എല്ലാ ഭാഗത്തുള്ളവരായിരുന്നു. ഇപ്പോൾ അത് കുറച്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളന്ന് തമ്മിലുള്ള എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണെന്ന് നമുക്കറിയാം. അപ്പോൾ വരുന്ന വർഷം എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് അതൊരു 20 കൂടോ 25 കൂടോ ആക്കിയിട്ട്, ഇതിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ വർഷത്തിൽ വെച്ച് ഒന്നുകൂടെ ഭംഗിയായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അടുത്ത വർഷം അതിലും ഗംഭീരമായിട്ട് നടത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കും ചെറിയ ചെറിയ ഈഗോ കൊണ്ടാണ് ചിലവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കണം. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് എല്ലാവരും ഒരു ഒത്തൊരുമയോടെ നിന്ന് അടുത്ത വർഷം ഇതിനെ വിജയിപ്പിക്കണമെന്നാണ് എനിക്കിവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിനെ മെനക്കെട്ട് എല്ലാവരും നിന്നതിനെ, തീർച്ചയായിട്ടും പുതിയനൊക്കെ ഇതിനെ എന്തായാലും ഒരുങ്ങി നിന്നതിനെ കുറേയൊക്കെ ഇവർ വിട്ടുനിന്നാണ് ഇതിൻ്റെ പിന്നാലെ വരില്ല ഓരോ പ്രശ്നങ്ങൾ കാരണം. ഇപ്പോൾ വാട്സപ്പും ഗ്രൂപ്പും ഒക്കെ ആയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഇവരെന്താ ഒന്നുകൂടെ മെനക്കെട്ട് പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒന്നുകൂടെ ഇപ്പോൾ ഈ 14 ആളെ 5 ആഴ്ച വിട്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ മത്സരം നടക്കുമ്പോൾ 10-15 ആഴ്ച മത്സരം ഉണ്ടാവും. ഇപ്പോൾ പുതുപ്പള്ളി തെരുവായാലും ആഴ്ച മത്സരമുണ്ട്, വെണ്ണക്കരയിലുണ്ട്, രാരിയിലുണ്ട്, കുന്നത്തൂർമേടുണ്ട്. അവിടെയൊക്കെ വലിയ വലിയ സമയം കഴിഞ്ഞു പോയി ആഴ്ച മത്സരങ്ങളിൽ. 16 മണിക്കൂറും 17 മണിക്കൂറും പേഴങ്കരയിലായാലും ഒക്കെ മത്സരം കൂടി. മൂത്താന്തറയിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശിപ്പുറത്തായതുകൊണ്ട് വലിയ സമയം പ്രാവുകൾ വയ്ക്കാൻ പറ്റണില്ല. അത് പിന്നെ എന്താ കാരണം ഞാൻ വിശദീകരിക്കുന്നത് എല്ലാവർക്കും അറിയണം. അപ്പോൾ അതെല്ലാം ഒന്ന് പരിഗണിച്ചിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി അടുത്ത വർഷം നല്ല ഉത്സാഹമായി നല്ല ഭംഗിയായി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നിട്ട് ഇതിൽ നടന്നവരും ഇതിൽ വിടുന്നവരും അല്ലാതെയും ഈ ടൂർണമെന്റുകളിലേക്ക് ചേർന്ന് അതിനും നന്നായി വിജയിപ്പിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൂർണമെന്റിൽ ചേരാം. 6 ടൂർണമെന്റ് പാലക്കാട് നടക്കുന്നുണ്ട്, വെളിയിലത്തെ ടൂർണമെന്റുകളുണ്ട്. അതിന് നിങ്ങൾക്ക് ഏതിനാ താല്പര്യം അതിനും ഒന്ന് കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് അതിൻ്റെ കൂടിയും നിങ്ങൾ ഓരോന്നെങ്കിൽ ചേർന്നിട്ട് അതിനും മെനക്കണം. അതുകൂടാതെ ഇപ്പം 5 ആഴ്ച എന്നുള്ളതാണ്. അപ്പോൾ ഗണേശേട്ടൻ വന്നു, ഗണേശേട്ടൻ അറിയാം, ഞാൻ ചെറുതിൽ സൈക്കിളിൽ വരുമ്പോൾ ഒരു ആഴ്ച പന്തയം വന്നായിരുന്നു. അന്ന് എത്രയാണ് കേട്ടോ, 10 ആഴ്ച 15 ആഴ്ച ഉണ്ട്. അപ്പം 5 ആഴ്ചയുള്ളൂ മത്സരം. അപ്പോൾ ഞാൻ കള്ളിക്കടന്ന് വിടുമെന്ന് ചോദിക്കും, എന്നെയും ചേർത്തുമെന്ന് ചോദിക്കുന്നത്. റെഫറി വരാല്ല പറയാം അന്ന്, കാരണം അത്ര കൂടുണ്ട് ഇവർക്ക്. വടക്കന്തറ ചെറുപടി എന്നുണ്ട്.
അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടില്ല, സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആഞ്ഞു പിടിച്ചിട്ട് വടക്കന്തറക്കാരായിട്ട് സംസാരിക്കണം, കറുകോടിയുള്ളവർ സംസാരിച്ചിട്ട് ഇത് അടുത്ത പ്രാവശ്യം നമുക്കൊരു മണ്ഡപത്തിൽ നടത്തണം. ഒരു MLA വിളിച്ചിട്ട് നമുക്കൊരു പരിപാടി വെക്കണം. ആഴ്ചപ്പന്തിൽ അത്ര കൂടുണ്ട്. അതിനിടയിൽ ഒരു ഒറ്റ പന്തി, ഒരു ജോഡി പന്തി, ഒരു ടൂർണമെന്റും നടത്താം. മൂത്താന്തറിന്റെ പേരിൽ എല്ലാവരും വേണ്ട, കുറച്ച് കൂടെടുത്താലും മതി. അതാ കറുകോടിയിൽ ആഴ്ചപ്പന്തി നടത്തുന്ന ഒരു ഇതവിടെ വന്നിരിക്കുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഒന്നായിട്ട് ചെറിയൊരു ആശയവിനിമയം ഉള്ളൂ. അല്ല, എന്തായാലും എവിടെ പോയാലും ഒക്കെ കറുകോടിയിൽ ഒന്നിച്ചിട്ടാണ് പോണവരാണ് എന്നോട് ബാക്കി പറയിപ്പിക്കുന്നത്. അല്ലാണ്ട് വേറെ പ്രശ്നക്കാരൊന്നും അല്ല. അപ്പൊ അടുത്ത പ്രാവശ്യം എല്ലാം പരിഹരിക്കണമെന്ന് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രവർത്തകർക്കും നമസ്കാരം. ഈ വേദിയിൽ എനിക്ക് വേദിയിലേക്കുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് ഈ കമ്മിറ്റിക്ക് ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ വിജയിച്ച് നൽകുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. മയട്ടം പറഞ്ഞതുപോലെ എല്ലാ ഏരിയയിലും ഇപ്പോൾ 14 കൂടുന്ന് പറഞ്ഞു, എല്ലാ ഏരിയയിലും കൂടുകൾ ഒരുപാട് കൂടുകളുണ്ട്. 19 കൂടുതൽ ആൾക്കാർ ഉള്ളതാണ്. പന്തയങ്ങളും ഒരു 10-30 കൂടുകൾ ആഴ്ചപ്പന്തയം വിടുന്നുണ്ട്. പക്ഷെ ഇവിടെ 2-3 ആയപ്പോൾ വളരെ കമ്മിയായി. അപ്പോൾ ഇതുപോലെയൊക്കെ പ്രൈസ് കൊടുക്കാൻ ഇതിലൊക്കെ ഒരു അവസരം നിങ്ങളുടെ പിന്നിൽ ആളുണ്ടെങ്കിൽ നമ്മളോടെ ഇതുപോലെ ഇതിനേക്കാൾ കൂടുതൽ പന്തയങ്ങളും നല്ല ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തപോലെ നിങ്ങളും ഇതുപോലെ പ്രാവുകൾ പറപ്പിച്ച് കൂടുകളൊക്കെ നിറയെ ഇതാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാം വിജയിച്ച എല്ലാവർക്കും വിജയാശംസകൾ നൽകുന്നു. അപ്പോ വേദിയിലിരിക്കുന്ന ഉദയേട്ടൻ, അതുപോലെ തുളസിയേട്ടൻ, മുരളിയേട്ടൻ, ബാക്കി നമ്മുടെ ടൂർണമെന്റ് കമ്മിറ്റിയിലെ ഹരിയേട്ടൻ, അതുപോലെ രതീഷ്, സക്കീർക്ക, മണിയേട്ടൻ, അതുപോലെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഈ ഒരു പരിപാടിയിൽ ഇന്ന് വേറെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും മാക്സിമം ഞാൻ വരാൻ നോക്കും പറയണം. കാരണം ഉണ്ട് അതിന്. കാരണം ഈ മൂത്താന്തറ, വടക്കന്തറ, അല്ലെങ്കിൽ കറുകോടി, ഒന്നാംതറ ഈ മേഖലയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ കണക്കാക്കുന്ന ഒരാളാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള അല്ലെങ്കിൽ പ്രാവിൻ്റെ കാരണവന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത് എല്ലാവർക്കും എത്രയാണ്ട് അറിയുന്നറിയില്ല. പാലക്കാട് ജില്ലയിൽ ശരിക്കും ടൂർണമെന്റ്, ദുർഗാ ടൂർണമെന്റാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ ടൂർണമെന്റിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് വടക്കന്തറ, മൂത്താന്തറ, ഈ ചുണ്ടാന്തറ ഭാഗങ്ങളാണ്. ഇവിടെയുള്ള ആളുകളാണ്. അതാണ് വ്യാപിച്ചിട്ടാണ് പല പന്തയങ്ങളായിട്ട് തിരിഞ്ഞത്. അതുപോലെ തന്നെ ആഴ്ചപ്പന്തയം പണ്ട് തുടക്കം കുറിച്ചത് ഈ സ്ഥലങ്ങളിലാണ്. ഈ സ്ഥലത്താണ് ആദ്യം തുടക്കം വടക്കന്തറ, ചുണ്ടാന്തറ ഈ ഭാഗങ്ങളാണ് തുടക്കം കുറിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പരിപാടിയിൽ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഞാൻ അതിയായ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ എന്നെ ക്ഷണിച്ച തുളസിയേട്ടനായിക്കോട്ടെ, ഉദയേട്ടനായിക്കോട്ടെ, ഈ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകൾക്കും അതുപോലെ ഈ എല്ലാവർക്കും ഞാനൊരു നന്ദി അറിയിക്കാൻ എനിക്ക് അതിയായ അതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിക്കോട്ടെ. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഒരു ടൂർണമെന്റിൽ ഒരു 16 മണിക്കൂർ പറപ്പിച്ചു. ഒരാൾ 16 മണിക്കൂർ പറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വേദിയിൽ പോയി ഇരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പറവ കാണുമ്പോൾ മറ്റുള്ള സ്ഥലത്തെ ആളുകൾ പറയും, ഈ ടൈം അടുത്ത പ്രാവശ്യം ഞാൻ അടിച്ചു കൊടുക്കണം, നമുക്ക് ജാക്കിനടുത്ത് പറയും നമുക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേറെ കൂട്ടുകാരടുത്ത് പറയും ഈ ടൈം എന്തായാലും നമുക്ക് പൊട്ടിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ പറയില്ല എന്നല്ല, അവർ മറ്റുള്ളവരടുത്ത് പറയാതെ നേരിട്ട് തന്നെ പറയും. നേരിട്ട് പറയട്ടോ, നേരെ പോയിട്ട് ഈ ടൈം ഞാൻ അടിക്കി വിട്ടോ അടുത്ത പ്രാവശ്യം എന്ന് പറയും. അപ്പൊ അവൻ പറയുന്നത് അല്ലാണ്ട് മനസ്സിൽ വെച്ചിരിക്കുക നേരെ പോകുന്നതാണ്. ഞാൻ അടിച്ച് കൈ തരും കിട്ടോ അടുത്ത പ്രാവശ്യം പറയും. അപ്പൊ അവൻ പറയുന്നത് എന്റെ കൈ കുളി വാങ്ങിക്കണ പോണേ, ഞാൻ നീ 16 ഇട്ടാ ഞാൻ 18 കിട്ടോ എന്നുള്ളതാണ് അവിടെ സംസാരം. ഇങ്ങനൊരു സ്ഥലം കൂടിയാണ് ഇത്. വാശി പൊതുവെ പ്രാവർത്തകർക്ക് വാശിയുള്ള ആളുകളാണ് ഇവിടെ, പ്രത്യേകിച്ച് കൂടുതലുള്ള ആളുകളാണ്, വാശി കൂടുതലുള്ള ആളുകളാണ്. എന്തിനാണെങ്കിലും പറപ്പിക്കണമെന്നില്ല. പക്ഷെ ഇവിടെ ഉപദ്രവിക്കാൻ ആളുകളുണ്ട്, പ്രാവ് പിടുത്തക്കാരുണ്ട്, പിടിച്ച് മാറ്റുന്ന ആളുകളുണ്ട്, എല്ലാ തരത്തിലും. അതുപോലെ പ്രാവ് പറപ്പിക്കാൻ സഹായിക്കുന്ന ആളുകളുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ടൂർണമെന്റുകൾ പറപ്പിച്ചിട്ട് ഓരോരോ ടൈമുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ അതിൽ പറഞ്ഞത്. ഒന്ന്, ഏറ്റവും പഴക്കം ചെന്ന സ്ഥലം ആദ്യമായിട്ട് ടൂർണമെന്റുകൾ നടത്താൻ ഇല്ലെങ്കിൽ നമുക്ക് സഹായിച്ചാൽ ഇല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്ന ആളുകളുടെ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് വ്യാപിച്ച്
മറ്റ് പല സ്ഥലങ്ങളിലും കൂട്ടുപന്തയങ്ങളായിക്കോട്ടെ ടൂർണമെന്റുകളായിക്കോട്ടെ ഒക്കെ ആയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ പറഞ്ഞു, എന്റെ മണിയേട്ടൻ മറുപടിയൊക്കെ പറഞ്ഞു, അതായത് രണ്ടായിട്ട് നടത്തുന്നതെന്ന് പറഞ്ഞു, 14 കൂടി അവിടെ വേറെ കൂടി. അപ്പൊ ഇത് നമ്മുടെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും 2 ടീമിലെ ആളുകൾ മനസ്സിലാക്കിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ അടുത്ത തവണ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഏറ്റവും വലിയ ഞാൻ ഒരു 10-26 കൂടെ എന്തോ ഉണ്ട് വടക്കന്തറ നമ്മുടെ മുമ്പിൽ നിന്നാണ് പന്തയം വീശുക. അപ്പൊ അത് കാണാൻ തന്നെ ഒരു കാഴ്ചയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇന്നില്ല, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ട് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ആഴ്ചപ്പന്തയായിട്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അത് നിങ്ങളെ കൊണ്ടേ സാധിക്കും, ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മള് മണിയേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ കുറച്ചൊരു ടൂർണമെന്റ് എന്നുള്ളതല്ല, നമ്മൾ ഈ പണ്ട് എങ്ങനെയാണോ ദുർഗ ടൂർണമെന്റ് തുടങ്ങി കാണിച്ചു, മറ്റുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുത്തത്, അതുപോലെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പാലക്കാട് ജില്ലാ ടൂർണമെന്റ് നമുക്ക് ഇവിടുന്ന് അത് ഓൾ കേരള പോലെ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇനി നിങ്ങളെ കൊണ്ടേ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ആലോചിച്ച് ഈ 2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ പറവ ഞാൻ പറഞ്ഞു, പിടുത്തക്കാരുണ്ട്, മാറ്റലുണ്ട്, പിടിക്കലുണ്ട്, എല്ലാ ഉപദ്രവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഇടയിലാണ് നിങ്ങൾ പറപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുമ്പോൾ ഞാൻ നേരത്തെ ഉള്ള ആളുകൾ പറഞ്ഞില്ല, പണ്ട് ഞാൻ പറയാറുണ്ട് കാതർത്ത് ഞാൻ വയ്ക്കും അടുത്ത പ്രാവശ്യം ടൈം അടിച്ചില്ലെങ്കിൽ പറഞ്ഞ ആളുകളുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഓരോ അതിന്റെയൊക്കെ പാരമ്പര്യമുള്ള ആളുകളാണ്. അടുത്ത തവണ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് പറവ കൊണ്ടുവരണം. അതായത് ഈ മൂത്താന്തറ, വടക്കന്തറ, കറുകോടി ഈ ഭാഗങ്ങളിൽ ഈ 33 നമ്മൾ അടിച്ച് കൈ കൊടുക്കും എന്നുള്ള തരത്തിൽ പറപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, എല്ലാവരും ഒത്തൊരുമിച്ച് വലിയൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുക. അതുപോലെ ആഴ്ചപ്പന്തയങ്ങളെ വലിയൊരു ആഴ്ചപ്പന്തയങ്ങളാക്കി മാറ്റുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രാവുകളെ പറപ്പിക്കാനുള്ള പ്രോത്സാഹന ആളുകൾക്ക് കൊടുക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മൾ പറപ്പിച്ചു വരിക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഈ വർഷം നല്ല രീതിയിൽ പറപ്പിച്ച എല്ലാവർക്കും ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചിലവർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നല്ല ടൈമുകൾ കിട്ടിയില്ല. അടുത്ത തവണ ഇതിലും വലിയ ടൈമുകൾ വരട്ടെ. ഈ മണിയേട്ടൻ പറഞ്ഞ പോലെ 16 മറ്റുള്ളവരായി അത് 20-25 നമുക്ക് ഇവിടെ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നിവിടെ കൂടുതൽ നമ്മുടെ ആഴ്ചപ്പന്തയം പിരിച്ചുകൊണ്ടതിൻ്റെ ചടങ്ങിലേക്കാണ്. അപ്പോൾ നമ്മൾ തുളസിയേട്ടൻ, ഉദയേട്ടൻ എല്ലാവരും കൂടി നല്ല രീതിക്ക് നടത്തി. അപ്പോൾ അതിൻ്റെ സമ്മാനദാന ചടങ്ങിലേക്ക് നമ്മളെയൊക്കെ ക്ഷണിച്ചതിന് എല്ലാവർക്കും നന്ദി അറിയിക്കും. ഉദയേട്ടൻ വിട്ടുപോയി, സോറി. അപ്പോൾ ആഴ്ചപ്പന്തയങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിലാണ് ടൂർണമെൻറ്റുകൾക്ക് പ്രാവുകൾ പറപ്പിക്കാനുള്ള ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ നമ്മൾ ആഴ്ചപ്പന്തയത്തിൻ്റെ എന്തൊക്കെ പ്രാവിൻ്റെ ഫാൾട്ടുകൾ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആഴ്ചപ്പന്തയങ്ങൾ വിടുമ്പോഴാണ്. ഈ പ്രാവ് എന്തൊക്കെ നമുക്ക് കാണിച്ചു തരും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ കൂടുതലായിട്ട് പ്രാവുകൾ എല്ലാവരും പറപ്പിക്കാൻ ശ്രമിക്കേണ്ടതും ആഴ്ചപ്പന്തയങ്ങൾ ഉണ്ടെങ്കിലാണ്. അതിലാണ് നമുക്കൊരു വാശി വരുള്ളൂ. പറപ്പിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു ടെൻഡൻസി എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഈ ആഴ്ചപ്പന്തയങ്ങൾ നല്ല രീതിക്ക് നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുമ്പ് പറഞ്ഞ ആൾക്കാർ പറഞ്ഞ പോലെ നല്ലൊരു ടൂർണമെൻറ്റുകൾ ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റും. അത് നല്ല രീതിക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും അപ്പോൾ മണിയേട്ടൻ പറഞ്ഞ പോലെ മണിയേട്ടൻ സംസാരിക്കാൻ തന്നെ കാരണം എന്താ പറഞ്ഞാൽ ഈ ആഴ്ചപ്പന്തയം 2ആയിട്ട് നിൽക്കുന്നുണ്ട്. കറുകോടിയിലായിക്കോട്ടെ, ഒറ്റ ബാച്ചായിട്ട് ഞങ്ങൾ വിട്ടതെല്ലാവരും. പക്ഷേ ചില സാഹചര്യങ്ങൾ, ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ 2 ആഴ്ച പന്തയമായിട്ട് മാറാൻ കാരണം. ഞങ്ങൾ ബന്ധങ്ങളൊന്നും ആരും തെറ്റിയില്ല കേട്ടോ. ഇതിൽ മുരളിയേട്ടനായിക്കോട്ടെ, ഉദയേട്ടനായിക്കോട്ടെ, ദോസേട്ടനായിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ അടുത്ത് നല്ല കമ്പനിയാണ്. തിരിച്ച് ഞങ്ങൾ നല്ല കമ്പനിയാണ്. 2 ആഴ്ച പന്തയം വിട്ടത് ചെറിയ സാങ്കേതിക, അല്ലാണ്ട് ഒരാളത്തോ കമ്മിറ്റിയിൽ ആരത്തോ ഞാനോ കറി കൊടുത്ത ആരും പ്രശ്നങ്ങൾ തന്നെ ഇല്ല. ചെറിയ ഇഷ്യൂസ്. അത് നമ്മൾ ഇപ്രാവശ്യം മണിയേട്ടൻ പറഞ്ഞ പോലെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. കമ്മിറ്റി പുതിയത് എടുക്കുന്നുണ്ട്. അതിലിപ്പോൾ മുരളിയേട്ടനോ ദോസേട്ടനോ നമ്മുടെ ഉദയേട്ടനോ ബാക്കി എല്ലാ കമ്മിറ്റിയും എല്ലാവരും കൂടി ചേർന്നിട്ട് പ്രസാദ് ആയിക്കോട്ടെ എല്ലാവരും ചെറുതെല്ലാം വിളിച്ച് നമ്മളൊരു മീറ്റിംഗ് നടത്തിയിട്ട് ഒരു സംഭവം നടത്തുന്നുണ്ട്. ഈ നടത്തുന്നതിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി അടുത്ത ആഴ്ച ഇവർ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം ഇവർ 2026 നമ്മളത് ഉഷാറാക്കി വിടും. കമ്മിറ്റി എല്ലാവരും കൂടി ചേർന്ന് ഒരു 30ഓളം കൂടി നമ്മുടെ അവിടെ വടക്കന്തറ ഭാഗത്തും കറുകോടി ഭാഗത്തുണ്ട് ചേർന്ന് നടത്താനുള്ള തീരുമാനം ഉണ്ടാക്കും. ഇത് വിജയിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഇവരുടെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഉഷാറാക്കി തന്നെ വിടും. അടുത്ത പ്രാവശ്യം അതേമാതിരി നല്ലൊരു മണ്ഡപം കൊടുത്ത് ഉഷാറാക്കിയിട്ട് എല്ലാവരെയും വിളിച്ച് ഈ വേദിയിലിരിക്കുന്ന മണിയേട്ടനായിക്കോട്ടെ, ഷിബോട്ടെ എല്ലാവരും വിളിച്ച് നല്ല ഉഷാറായിട്ട് ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കും. ഇടങ്ങലുകളൊന്നും ഇല്ലാണ്ടിരുന്നാൽ നന്നായി നടത്തും. ഇല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ 2 ആഴ്ചയായിട്ട് 2 ഗ്രൂപ്പായിട്ട് നടത്തേണ്ടി വരുന്നുള്ളൂ. പന്തയം നടത്തും. ഞങ്ങൾ
പക്ഷേ എൻ്റെ തീരുമാനം മാത്രമല്ല, അവിടെയുള്ളവരുടെ തീരുമാനം ഇവിടെയുള്ള തീരുമാനം ഒരു കമ്മിറ്റി എടുത്ത് നമ്മൾ രൂപീകരിച്ച് ട്രോഫികളായിട്ടും സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസായിട്ടും നമ്മൾ ബെസ്റ്റായിട്ട് നടത്താനുള്ള ഒരു തീരുമാനം തന്നെ ചെയ്യും. എല്ലാവരുടെയും കൂടെ സഹകരണം നമുക്ക് ഉണ്ടാവണം, വിജയിപ്പിക്കണം, അത്രേ പറയുള്ളൂ. ഫസ്റ്റ് ആഴ്ചത്തെ പന്തയം പിരിച്ചു വിടുന്നതിൻ്റെയാണ്. ഫസ്റ്റത്തെ പന്തയം കിട്ടിയത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയിരുന്നു. അതിൽ സെക്കൻഡും തേർഡും ഉണ്ടായിരുന്നില്ല, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ശരവണൻ പേച്ചി. കുഴപ്പമില്ല. രണ്ടാമത്തെ ആഴ്ചയിലെ ഫസ്റ്റ് അരുൺ കറുകോടി. ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ആഴ്ച പന്തയത്തിൽ നമ്മുടെ കൂടെ വിട്ട ആളാണ്. അതിൽ ഫസ്റ്റ് തന്നെ തുടക്കത്തെ ആഴ്ച വിട്ടില്ല, എന്നാലും സെക്കൻഡ് ആഴ്ച ഫസ്റ്റ് കൊണ്ട് വിട്ടപ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടി. ഓക്കെ, സെക്കൻഡ് ആഴ്ചയിൽ 2 പേർക്ക് പ്രൈസ് ഉണ്ട്. ഒന്ന് ഹസനാണ്. ഹസൻ കുറച്ച് പണിയിലാണ്, ഇപ്പൊ വരും. രാജേഷാണ് തേർഡ്. രാജേഷ് ഇപ്പൊ വരും, ബാക്ക് എടുക്കാൻ പോയിരിക്കും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആയിട്ട് അത് കൊടുക്കാം. മൂന്നാമത്തെ ആഴ്ചയിൽ ഫസ്റ്റ് മേടിച്ചത് മിസ്റ്റർ പെറ്റ്സ്. എന്തായാലും നമ്മുടെ എല്ലാ പന്തയത്തിനും സഹകരിക്കുന്ന ഏറ്റവും വലിയ ഒരാളാണ്. എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളാണ്. ഓക്കെ, സെക്കൻഡ് ആ പന്തയം മൂന്നാമത്തെ വീക്കിൽ സെക്കൻഡ് മേടിച്ച ആളാണ് ശരവണൻ പേച്ചി. തേർഡ് ആഴ്ചയില് മൂന്നാമത്തെ ആഴ്ചയിലാണ് പറയുന്നത്. തേർഡ് പാപ്പു പ്രസാദ്. നാലാമത്തെ വീക്കാണ്. നാലാമത്തെ വീക്ക് ഫസ്റ്റ് അഗൈൻ മിസ്റ്റർ പെറ്റ് ഷെരീഫ്. നാലാമത്തെ വീക്കില് സെക്കൻഡ് മേടിച്ചത് ജയപ്രകാശ് എന്ന JP. നാലാമത്തെ ആഴ്ച എന്ന് പറയുന്നത് തേർഡ് വാങ്ങിയത് തുളസിയാട്ടം തന്നെ. ഇരിക്കണ്ട തുളസിയാട്ടം. ഇത് ലാസ്റ്റത്തെ ആഴ്ചയാണ്, നമ്മുടെ 5ാമത്തെ വീക്ക്. ഓക്കെ, ഫസ്റ്റ് പ്രൈസ് എഗൈൻ തുളസിയാട്ടം. 5ാമത്തെ വീക്കില് സെക്കൻഡ് പ്രൈസ് ഉദയ. അഞ്ചാമത്തെ വീക്കില് തേർഡ് പ്രൈസ് ഹസൻ. ആറാമത്തെ വീക്കിൽ നമ്മളൊരു പന്തയം വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മാത്രമേ പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തുളസിയേട്ടൻ എഗെയിൻ പ്രൈസ് മേടിക്കാനായിട്ട് വീണ്ടും ക്ഷണിക്കണം. ഒരാള് ഷെരീഫബ. തുളസിയേട്ടാ തുളസിയേട്ടാ മറ്റത് വരും, പാർസൽ എത്തിച്ചേരാ. ഇല്ല, ഇതിൽ രണ്ടാളുടെ ഒന്ന് മിസ്സിംഗ് ആണ്. അസം വന്നിട്ടുണ്ട്. സെക്കൻഡ് വീക്കിൽ സെക്കൻഡ് മേടിച്ചത് അസം തന്നെയാണ്. ഓക്കെ, ഒരുപാട് പൈസ മേടിക്കുന്നത് ഉഷാറാക്കി. ഓക്കെ, ഇത് നമ്മുടെ സഭ ടൈം 1 മണിയായിരുന്നു. ആ 1 മണി വരെ മേലെ പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് 7 മണിക്കൂർ മറ്റേ 1 മണി താണ്ടി പറഞ്ഞവരുടെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫസ്റ്റ് പേര് എൻ്റെ തന്നെയാണ്. ചൂടെ വിളിക്കും. അരുണ് കരോടി. അരുണ
ഓക്കെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഴ്ച പന്തയത്തിന് ഒരു പ്രാവ് പോലും വിട്ടില്ലെങ്കിലും നമ്മുടെ കൂടെ നിന്ന് രണ്ടുപേര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രണ്ടുപേരിൽ ഒരാൾ വന്നിട്ട് വിക്കി ആയിരുന്നു, ഒന്ന് വന്നിട്ട് ഹർഷനായിരുന്നു. വാ ഇത് വേറെ പ്രൈസ് ആയിട്ടൊന്നും കാണുന്നത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് ഓടിച്ചത് അതിന്റെ പേരിലാണ്. എന്തായാലും താങ്ക് യു രാജേഷ്. സംസാരിച്ചാണ് വീട്ടിനടുത്ത് നമ്മുടെ തുളസിയായിട്ട് രണ്ട് വാക്ക് പറയാം. അടുത്ത പ്രാവശ്യം നമ്മുടെ ഈ സ്ഥലത്ത് ഒരു പറവ എല്ലാവരും എത്തിക്കാൻ പറ്റണം. അതിലെന്തെങ്കിലും രണ്ട് വാക്ക് പറയുന്നവർ, അതായത് പുള്ളി ഈ പ്രാവ് പിടിക്കാൻ മാറ്റുക, അതിനുള്ള കാര്യങ്ങളിൽ തുറന്നു വിടുക, മറ്റുള്ളവർ അളപ്പാക്കുക, ഇത് എല്ലാവരും ഒന്ന് നിർത്തിയാലേ നമുക്ക് അടുത്ത വർഷം. ഇപ്പൊ ഈ വേദിയില് നമ്മൾ ഒരുപാട് പേര് അങ്ങോട്ട് കൂടെ ചിലപ്പോ പിടിക്കലുണ്ടാവും, അൽപ്പാക്കലുണ്ടാവും, അങ്ങോട്ട് കൂടെ വാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പറപ്പിക്കുന്ന സമയത്ത്. പക്ഷെ ഈ വേദിയിൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. പ്രൈസ് വാങ്ങുമ്പോഴും എല്ലാവരും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൂർണമെന്റിന് പോകുന്ന സമയത്ത് പാലക്കാട് ജില്ലയിലെ മുഴുവൻ ആളുകളും പല ഭാഗത്തുള്ള ആളുകളായിരിക്കും. അപ്പോ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പല ഭാഗത്തുള്ള ആളുകളായിരിക്കും. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരാൾ പ്രൈസ് വാങ്ങുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അവർ വാങ്ങിയിട്ട് അവർ പോകും. നമ്മൾ ഇതുപോലെ അവിടെ ഇവിടെ പിടിച്ച് മറ്റുള്ളവരെ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് മനസ്സിലിരുത്തുക. നമുക്ക് ഇനി ടൂർണമെന്റ് സമയങ്ങളിൽ എല്ലാ ടൂർണമെന്റുകളിലും നമ്മുടെ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളും നമ്മുടേതായിട്ടുള്ള ആളുകളും പ്രൈസ് വാങ്ങണം എന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ അവിടെ പറവ എത്തുള്ളൂ. അല്ലാതെ നമ്മൾ പേഴങ്കരയിലും ഇല്ലെങ്കിൽ തെരുവിലും അല്ലെങ്കിൽ മണിയാണ്ട് അവിടെ ഇല്ലെങ്കിൽ മറ്റുള്ളവിടെ അല്ല നമുക്ക് പറപ്പിക്കാൻ പറ്റും. പറ്റണമെങ്കിൽ നമ്മൾ അതിനുള്ള സഹകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എങ്കിലേ നമുക്ക് പറ്റുള്ളൂ. പിടിക്കണ്ടെന്ന് പറയില്ല. കുട്ടികൾ വരുന്ന സമയത്ത് ഞാനൊക്കെ അടക്കമുള്ള ചെറുപ്പത്തില് പ്രാവിനെ പറപ്പിക്കലില്ല. ആദ്യം അവന്റെ പ്രാവിനെ പിടിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ചെറുപ്പത്തിൽ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിടിക്കും വേണം, പറപ്പിക്കും വേണം. ആ ഒരു മൈൻഡ് ആവും. പിന്നെ അത് പിടുത്തം വിടും. നമുക്ക് പറപ്പിക്കുക എന്നുള്ള ഒരു സഭ എത്തണം എന്നുള്ളത് വരും. പിന്നെ നമ്മുടെ പ്രാവ് നമുക്ക് പറപ്പിക്കാൻ പറ്റണം. നമ്മൾ കുഞ്ചെടുത്ത പ്രാവുകൾ നമ്മൾ പറപ്പിക്കണം എന്നുള്ള ഒറ്റ മൈൻഡിലേക്ക് ലാസ്റ്റ് നമ്മൾ എത്തും. ആ സ്റ്റേജിലേക്ക് നമ്മൾ ഇവിടെയുള്ള ഓരോരുത്തരും എത്തണം. കുട്ടികളെ പിടിച്ചോട്ടെ. കുട്ടികളെ പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഓട്ടാൻ തുടങ്ങുമ്പോൾ പിടിച്ച പ്രാവുകളൊന്നും നമുക്ക് അവസാനം ഉപകാരം കിട്ടില്ല. അതൊക്കെ പോട്ടെ. അവസാനം എത്തുന്ന പ്രാവുകൾ ഒരു 15 മണിക്കൂർ 16 മണിക്കൂർ 18 മണിക്കൂറിലേക്ക് വരുന്ന പ്രാവുകൾ നമുക്ക് ഉപകാരത്തിൽ കുത്തും. ഇവിടെ എവിടെയും പെടാണ്ട് ഇത്രയും കൂടുതൽ പ്രാവ് തുറന്നു വിടുന്ന സമയത്ത് എവിടെയും പെടാണ്ട് അതിന് മതിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന പ്രാവുകളെ നമുക്ക് ഉപകാരത്തിൽ കുത്തുള്ളൂ. ആ പ്രാവുകള് നമ്മള് മറ്റുള്ളവർ പറപ്പിക്കുമ്പോൾ നമ്മൾ അവരെ ശല്യം ചെയ്യാതെ മാക്സിമം നോക്കുക. പിന്നെ മഴ വരുമ്പോൾ അവിടെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ നോക്കണം. കൂട്ടുകാർ ശ്രദ്ധിക്കണം നമ്മുടെ പ്രാവുകൾ എന്ത് ചെയ്യണു. അത് നമ്മൾ ഈ പ്രാവും വിട്ടിട്ട് രണ്ടെണ്ണം വിട്ടിട്ട് അതിഥിയും പോയി നിന്ന് കഴിഞ്ഞാൽ പ്രാവ് പോവും. അവൻ പറപ്പിക്കണ്ട, അവൻ പറപ്പിച്ചിട്ട് കാര്യമില്ല. അവൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ആ പ്രാവ് നശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാവ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രാവ് ഈ ടൈമിൽ എത്തിയ പ്രാവുകൾ നമ്മൾ വളരെ വിട്ടപ്പം മുതൽ അവസാനം ഇറങ്ങുന്നവരെ നമ്മൾ ഉറക്കമൊഴിച്ച് ഇരുന്ന് നോക്കുക. മഴ വന്നു ചിലപ്പോൾ ഇരിക്കാൻ കിട്ടാണ്ട് ബാലൻസ് കിട്ടാണ്ട് അപ്പുറത്ത് വരിക്കും. അത് ആണുങ്ങൾ കയറി പിടിച്ചിട്ട് പോകും. അതിന് നമ്മളൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ നോക്കാത്തതുകൊണ്ടാണ് പ്രാവ് പോകുന്നത്. മറ്റേത് നമ്മൾ പറന്നെത്തുന്ന സമയത്ത് നമ്മൾ അലുമ്പാക്കാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും പറക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. ഈ അറിയുന്ന ആളുകൾ നമ്മൾ പറപ്പിക്കേണ്ട ആളുകളാണ്. നമ്മൾ ആ പിടുത്തത്തിന്റെ സ്റ്റേജിൽ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ പറവയുടെ സ്റ്റേജിൽ എത്തിയ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്കും പറപ്പിക്കണം, നമുക്കും പറപ്പിക്കണം എന്നുള്ള ബോധത്തില് നമ്മൾ പ്രാവുകള് അടുത്ത തവണ ഈ വർഷമൊക്കെ പോട്ടെ, ഈ വരുന്ന ഇതുവരെ വന്നതൊക്കെ പോട്ടെ, അടുത്ത തവണ ഓരോ ടൂർണമെന്റുകളും ഇഷ്ടംപോലെ പാലക്കാട് ഓൾ കേരള നാഷണൽ ടൂർണമെന്റുകളൊക്കെ ഉണ്ട്. എല്ലാ ടൂർണമെന്റുകളിലും നമ്മുടെ സ്ഥലങ്ങളിൽ നിന്ന് നല്ല നല്ല ലീഡിംഗ് ടൈമുകൾ നമ്മുടെ സ്ഥലങ്ങളിൽ വരണമെങ്കിൽ നമ്മൾ പരസ്പര സഹകരണങ്ങൾ കൊടുത്തേ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവരും മനസ്സിലിരുത്തി നമുക്കും പറപ്പിക്കണം, അടുത്ത ആളുകളും പറപ്പിക്കണം. പ്രാവുകളുണ്ട്, ഇഷ്ടംപോലെ പ്രാവുണ്ട്. ഇതാ മത്തിമതോട്ടടുത്ത് ഞാൻ വാങ്ങിട്ട് പോയിട്ട് പ്രാവ് എന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് പ്രാവ്. അപ്പോ ഇവിടെ ഓരോരുത്തരുടെയും ഈ പ്രാവ് 20 മണിക്കൂർ മേലെ പറക്കാനുള്ള പ്രാവുകൾ ഓരോരുത്തരുടെയും ഉണ്ട്. പക്ഷെ അത് എത്താത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഒന്ന് നമ്മുടെ ശ്രദ്ധക്കുറവ്, പിന്നെ രണ്ടാമത്തേത് നമ്മൾ അലമ്പാക്കുന്ന ഒരു പരിപാടികൾ കൊണ്ടാണ്.
അപ്പോൾ ഓരോരുത്തരും സഹകരിച്ച് എല്ലാവർക്കും പറപ്പിക്കാൻ പറ്റും. നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് പോയിട്ട് അടുത്ത തവണ ഓരോ ടൂർണമെന്റിലും പ്രൈസ് വാങ്ങാനുള്ള ഒരു സംവിധാനം എല്ലാവരും ഒരുക്കി കൊടുക്കുക. എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും അതാണ് പറയാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ അത് അവതരിപ്പിച്ച് ഇങ്ങനെ പള്ളയെ നടത്തിയിട്ട് എല്ലാ ആൾക്കാരെയും വിളിച്ച് ഇങ്ങനെ യോഗം ചേർന്നതിന് നമ്മൾ വലിയ ഭാഗ്യം കണക്കാക്കണം. പിന്നെ അടുത്ത പോലെ ഇതിനെയും കാട്ടി ഉഷാറായിട്ടുള്ള നിങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. ഞാനും മുകളിലെ തുളസിയായിട്ട് വിചാരിച്ചാൽ സാധിക്കില്ല. നിങ്ങൾ എല്ലാവരെയും പ്രാവുകൾ പറക്കും മാത്രമേ നിങ്ങളെല്ലാം മുമ്പിൽ വന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിച്ച് നിന്നിട്ട് പ്രാവിനെ അടുത്ത കൊല്ലം ഇപ്പോൾ പറഞ്ഞ മാതിരി എല്ലാ ഏരിയയിലും അവിടെ പ്രാവ് വന്ന് ഇവിടെ പ്രാവ് വന്ന് നമ്മൾ ഒരു കൊല്ലം നമ്മുടെ വേസ്റ്റായി പോയി. ഇവിടെ നമ്മൾ വിട്ടോ അടുത്തവരിളക്കി 15 കൂടെ പന്തയം നടത്തിയിട്ട് നമ്മൾ 15 ആൾ ചേർത്ത് ടൂർണമെന്റുകൾക്കൊക്കെ ഏതിനും പ്രാവ് പറക്കാൻ ടൈമില്ല. 7 മണി 7:30 മണി അപ്പുറത്തുള്ള ആൾ 8 മണിക്ക് തുറന്നു വിട്ട് പ്രാവ് അലുവായി ഇരുന്നു അല്ലെങ്കിൽ പിടിച്ചു. ആ പ്രാവ് ഒരു കൊല്ലം മുഖ്യ വേസ്റ്റായി പോകണം എല്ലാവരും. അത് കാരണം എല്ലാവരും കൂടെ സഹകരിച്ച് ഇതിനെയും കാട്ടി ഉഷാറായി അടുത്തൊരു മണ്ട കൊടുത്ത് ഈ പരിപാടി ഗ്രാൻഡാക്കാൻ ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് നിങ്ങളത്തൊക്കെ. ഈ യോഗം പിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ അടുത്ത ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വീഡിയോ കൂടി ഉടനെ വരുന്നുണ്ട്. കല്ലേക്കാട് നിന്നാണ് ആ ഒരു വീഡിയോ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചെത്താം. ടിൽ ദെൻ കുട്ടിപ്പറവ സൈനിങ് ഔട്ട്.